പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില യുദ്ധവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. യുദ്ധത്തിൻ്റെ കെടുതിയെ തലമുറകൾക്ക് ബോധ്യപ്പെടുത്താൻ നിർമ്മിച്ച മ്യൂസിയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടന്ന സ്ഥലമാണ് ഫ്രാൻസിലെ വെർഡൻ. 1916 ഫ്രാൻസും ജർമ്മനിയും നടന്ന ബാറ്റിൽ ഓഫ് വെർഡനിൽ അനേകം മനുഷ്യർ കുരുതി ചെയ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് സൈനികർ രക്തസാക്ഷികളായി. 1,30,000-ഓളം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കണ്ടെടുത്തു. യുദ്ധത്തിൻ്റെ ഇത്തരം ദുരിതങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും വരും തലമുറകളെ ബോധ്യപ്പെടുത്താൻ ഫ്രാൻസിലുണ്ടാക്കിയ സംവിധാനമാണ് മെമ്മോറിയൽ ഡി വെർഡൻ എന്ന യുദ്ധ മ്യൂസിയം. ലോകസമാധാനത്തിൻ്റെ ആവശ്യകതയും മാനവികതയും ലോക മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സ്മാരകങ്ങളും മ്യൂസിയങ്ങളുമുണ്ട്. ബ്രിട്ടനിലെ ഇംപീരിയൽ വാർ മ്യൂസിയം, അമേരിക്കയിലെ നാഷണൽ വേൾഡ് വാർ സെക്കൻഡ് മ്യൂസിയം, മോസ്കോയിലെ വിക്ടറി മ്യൂസിയം, വിയറ്റ്നാമിലെ വാർ റെമനൻസ് മ്യൂസിയം തുടങ്ങിയവ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. ലോകത്ത് നടന്ന വിവിധ യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ, അതിലെല്ലാം നടന്ന മനുഷ്യക്കുരുതിയുടെ ഭീകരതയും കഷ്ടതകളും നഷ്ടങ്ങളും സന്ദർശകരെ ബോധ്യപ്പെടുത്തുന്നതാണ് എല്ലാ മ്യൂസിയങ്ങളിലെയും പ്രദർശനങ്ങൾ. യുദ്ധത്തിൽ രക്തസാക്ഷികളായ സൈനികരുടെ യൂണിഫോമുകൾ, അവരുപയോഗിച്ച ആയുധങ്ങൾ, യുദ്ധത്തിൻ്റെ ഭീകരമായ ചിത്രങ്ങൾ, അന്ന് കൊല്ലപ്പെട്ട നിഷ്കളങ്കരായ കുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ, കൈമാറപ്പെട്ട കത്തുകൾ തുടങ്ങിയ സന്ദർശകരെ യുദ്ധത്തിൻ്റെ ഭീകരത നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രദർശനങ്ങളടക്കം ഈ മ്യൂസിയങ്ങളിലെല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. ബില്യൺ കണക്കിന് പണം ചെലവഴിച്ചുണ്ടാക്കിയതാണ് ഇത്തരം മ്യൂസിയങ്ങൾ. വർഷങ്ങളായി അവ യുദ്ധക്കെടുതിയുടെ നേർസാക്ഷ്യങ്ങളായി, ബോധവൽക്കരണ കേന്ദ്രങ്ങളായി ലോകത്ത് പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു. പക്ഷേ എന്ത് ബോധ്യപ്പെടുത്തിയിട്ടും ഇന്നും ലോക ജനത യുദ്ധമുഖത്ത് നിസ്സഹായരായി നിൽക്കുകയാണ്. ഈ ആധുനിക യുഗത്തിലും നെതന്യാഹുവിലൂടെയും ട്രംപിലൂടെയും ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും പുനർജനിക്കുകയാണ്. യുദ്ധം ചരിത്രങ്ങൾ രചിച്ചേക്കാം, എന്നാൽ മാനവ സമൂഹത്തിന് ആവശ്യം ഇന്ന് സമാധാനമാണ്. വാർ മേ ക്രിയേറ്റ് ഹിസ്റ്ററി, only peace will save humanity.